Elements of symmetry. In this class, we are discussing about elements of symmetry. What do you mean by elements of symmetry or symmetry elements? We can say it as elements of symmetry or symmetry elements and symmetric operations. First of all, what do you mean by the term symmetry? What do you mean by the term symmetry? Symmetrical, asymmetrical. The molecule is symmetric. What do you mean by the term symmetry? Definition of symmetry: if a molecule has two or more orientations in space that are indistinguishable, the molecule possesses a symmetry. If a molecule has two or more orientations in space, സ്പേസിൽ ഒന്നിലധികം ഓറിയൻറ്റേഷൻസ് ഉണ്ടാവുക, അത് രണ്ടും എന്താവണം? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം. ഡിസ്റ്റിങ്വിഷബിൾ ആവരുത്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം. അങ്ങനത്തെ രണ്ട് ഓറിയൻറ്റേഷൻസ്, ഒന്നിലധികം ഓറിയൻറ്റേഷൻ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ മോളിക്യൂൾ എന്ത് പറയും? മോളിക്യൂൾ പൊസസിങ് സിമ്മട്രി എന്ന് പറയും. അതായത് ഒരു മോളിക്യൂളിന് രണ്ടിലധികം ഓറിയൻറ്റേഷൻസ് സ്പേസിലുണ്ടെങ്കിൽ ആ രണ്ട് ഓറിയൻറ്റേഷൻസും ഇൻഡിസ്റ്റിങ്വിഷബിളും ആണെങ്കിൽ നമ്മൾ ആ മോളിക്യൂളിന് സിമ്മട്രി ഉണ്ട് എന്ന് പറയും. ഇതാണ് ഡെഫിനിഷൻ ഓഫ് സിമ്മട്രി. നെക്സ്റ്റ് ടേം സിമ്മട്രി ഓപ്പറേഷൻസ്. Operation. A symmetry operation is the movement of the molecule that brings it into an equivalent configuration but not necessarily identical with it. ഒരു സിമ്മട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ്. മോളിക്യൂളിന് എന്ത് ചെയ്യുക? മറ്റൊരു ഈക്വലൻറ്റ് കോൺഫിഗറേഷനിൽ എത്തിക്കുക. പക്ഷേ നേരത്തുള്ള കോൺഫിഗറേഷൻ എന്താകാൻ പാടില്ല? ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല. ആ മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ്. മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് മോളിക്യൂൾ എന്ത് ചെയ്യുക? ഒരു ഇക്വലൻറ്റ് കോൺഫിഗറേഷനിൽ നേരത്തുള്ള പൊസിഷനിൽ നിന്ന് ഇക്വലൻറ്റ് കോൺഫിഗറേഷനിൽ എത്തുക. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല? ഈക്വൽ പൊസിഷൻ ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മോളിക്യൂളിന് ചില ഓപ്പറേഷൻസ് ചെയ്യുകയാണ്. ചില ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മിറർ വെച്ച് നോക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ എടുത്ത് നോക്കുന്നു. ഇങ്ങനെ ചില ജോമെട്രിക്കൽ ഓപ്പറേഷൻസ് നടത്തുന്നു. അപ്പോൾ ആ മോളിക്യൂളിൽ എന്ത് ചെയ്യും? ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, ഓറിയൻറ്റേഷൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് പുതിയ കോൺഫിഗറേഷൻസ് നേരത്തുള്ളതിനും സമാനമായ ഇക്വലൻ്റ് ആയ കോൺഫിഗറേഷൻസ് കിട്ടും. പക്ഷേ ആ കോൺഫിഗറേഷൻ എന്താവാൻ പാടില്ല? ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല. നേരത്തുള്ള പോലെ ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല, പക്ഷെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവണം. ഇത്തരം ഓപ്പറേഷൻസിന് പറഞ്ഞ പേരാണ് സിമ്മട്രി ഓപ്പറേഷൻ. സിമ്മട്രി ഓപ്പറേഷൻ. Symmetry element. A symmetry element is a geometrical entity such as a line, a plane or a point about which one can perform any operations of rotation, reflection or inversion. ഒരു സിമ്മട്രി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോമെട്രിക്കൽ എൻറ്റിറ്റിയാണ്. ഒന്നെങ്കിൽ ലൈൻ ആവാം, പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ പോയിൻ്റ് ആവാം. അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേഷനോ റിഫ്ലക്ഷനോ ഇൻവേർഷൻ പോലത്തെ ഓപ്പറേഷൻ നമ്മൾ നടത്തുക. അപ്പോൾ എ സിമ്മട്രി എലമെൻറ്റ് ഈസ് എ ജോമെട്രിക്കൽ എൻറ്റിറ്റി സച്ച് ആസ് എ ലൈൻ, plane or a point about which one can perform an operation of rotation, reflection or inversion is called a symmetry element. There are mainly 4 types of elements of symmetry. First one, plane of symmetry. Second one, axis of symmetry. Third one, alternating axis of symmetry. And last one, center of symmetry. First one, plane of symmetry, sigma. A plane which divide the molecule into two equal halves. മോളിക്യൂളിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നൊരു പ്ലെയിന്. ഈ പ്ലെയിന് പറയുന്ന പേരാണ് പ്ലെയിൻ ഓഫ് സിമ്മട്രി. നമ്മൾ സിഗ്മ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദസ് ദ ടു ഹാഫ്സ് ആർ ദ മിറർ ഇമേജ് ഓഫ് ദി ഈച്ച് അതർ. സോ മിറർ വെക്കുന്നതുകൊണ്ട് രണ്ടും എന്തായിരിക്കും? മിറർ ഇമേജ് ആയിരിക്കും. യു ക്യാൻ സീ എൻ എക്സാമ്പിൾ ഓൺ ദ സ്ക്രീൻ. എ തീൻ മോളിക്യൂൾ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, സിഗ്മ എച്ച് ആൻഡ് സിഗ്മ വി. സോ ദിസ് ഇസ് ദ പ്ലെയിൻ ഓഫ് സിമ്മട്രി, സിഗ്മ. Next one, center of symmetry. It's a point. So a point so situated that identical compounds of the object are located on opposite side and equidistant from the point along any axis passing through it. The molecule ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് രണ്ട് സൈഡിൽ എന്തായിരിക്കും? മോളിക്യൂൾ ഈക്വൽ ആയിരിക്കും രണ്ട് സൈഡും. ഈ ഒരു പോയിന്റ് പറഞ്ഞ പേരാണ് സെൻറ്റർ ഓഫ് സിമ്മട്രി. ഇതായിരിക്കും ആ മോളിക്യൂളിൻ്റെ സെൻറ്റർ. ഇതിലൂടെ നമുക്ക് ഏത് ആക്സിസ് പാസ് ചെയ്താലും എന്ത് ചെയ്യും? രണ്ട് സൈഡിലും മോളിക്യൂൾ ഈക്വൽ ആയിരിക്കും. ഈ ഒരു പോയിന്റ് പറഞ്ഞ പേരാണ് സെൻറ്റർ ഓഫ് സിമ്മട്രി. ഓർക്കുക, അതൊരു പോയിന്റ് ആണ്. ആക്സിസ് ഓഫ് സിമ്മട്രി. Axis of symmetry is a line about which rotation of molecule through a certain angle result in an equivalent configuration of the molecule. Axis of symmetry എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. അതിൽ കൂടെ മോളിക്യൂൾ എന്ത് ചെയ്യുക? ഒരു സെർട്ടൈൻ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഈക്വലൻറ്റ് കോൺഫിഗറേഷനിൽ എത്തുക.
ഇതാണ് ആക്സ് ഓഫ് സിമ്മട്രി. ഇപ്പോൾ ആക്സ് ഓഫ് സിമ്മട്രി എന്ന ഒരു ലൈനാണ്. ആ ലൈൻ കൂടെ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു സെർട്ടൻ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു ഇക്വലൻറ്റ് കോൺഫിഗറേഷനിൽ എത്തുന്നു. ഈ ഒരു ലൈനിന് പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് സിമ്മട്രി. ആൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമ്മട്രി. Alternating axis of symmetry, which is denoted by Sn. An alternating axis of symmetry is a line about which rotation of the molecule through a certain angle followed by a reflection. An alternating axis of symmetry എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. മോളിക്യൂൾ എന്ത് ചെയ്യുക, ഒരു സെർട്ടൻ ആംഗിൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം റിഫ്ലക്ഷൻ കൂടെ കടന്നു പോവുക, ഒരു മിറർ റിഫ്ലക്ഷൻ കൂടെ കടന്നു പോവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമ്മട്രി കിട്ടും. നമ്മൾ നേരത്തെ പ്ലെയിൻ ഓഫ് സിമ്മട്രി പറഞ്ഞിരുന്നു, അത് വെറും മിറർ റിഫ്ലക്ഷൻ ആണ്. ദെൻ ആക്സിസ് ഓഫ് സിമ്മട്രി പറഞ്ഞിരുന്നു, ഒരു ലൈനാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾ ആദ്യം ഒരു സെർട്ടൻ ആംഗിൾ കൂടെ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം റിഫ്ലക്ഷൻ, റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ ആണ് എന്ത്, ആൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമ്മട്രി. You can see an example on the screen. First the molecule goes to 180 degree rotation, then the molecule goes to reflection. So the molecule has a Sn symmetry or alternating axis of symmetry. In this class we discussed about the elements of symmetry, what do you mean by symmetry, then symmetry operation, then element of symmetry, then what are the four types of elements of symmetry: plane of symmetry, axis of symmetry, alternating axis of symmetry, and center of symmetry.